ഹാരി പോട്ടർ ചാപ്റ്റർ 2 ദ വാനിഷിംഗ് ഗ്ലാസ് മായുന്ന കണ്ണാടിച്ചില്ല്. അതാണ് ഹാരി പോട്ടർ ആൻഡ് ഫിലോസഫർ സ്റ്റോണിൻ്റെ രണ്ടാമത്തെ ചാപ്റ്റർ. ആദ്യത്തെ ചാപ്റ്റർ ബോയ് ഹൂ ലിവ്ഡ് ആയിരുന്നു. അത് നിങ്ങൾ നേരത്തെ വീഡിയോയിൽ കണ്ടായിരുന്നു. ഇത് രണ്ടാമത്തെ ചാപ്റ്റർ ദ വാനിഷിംഗ് ഗ്ലാസ്. എന്നാൽ നമുക്ക് പോയാലോ ഹാരി പോട്ടറിൻ്റെ ആ മാജിക്കൽ വേൾഡിലോട്ട്. ലെറ്റ്സ് ഗോ സ്റ്റാർട്ട് അവർ സ്റ്റോറി. 10 വർഷങ്ങൾ അങ്ങനെ കടന്നുപോയി. ആൽബസ് ഡംബിൾഡോറും പ്രൊഫസർ മിനർവ മക്ഗോണഗലും ഹാഗ്രിഡുമെല്ലാം ആ കൊച്ചുകുട്ടിയെ ആ വാതിൽക്കൽ വിട്ടിട്ട് പോയിട്ട്. എന്നാൽ ആ വീട്ടിൽ 10 വർഷത്തിൽ ഒരു മാറ്റവുമില്ല. ആകെയുള്ള മാറ്റം ചുവരിലെ ഫോട്ടോകൾക്ക് വന്നത് മാത്രമാണ്. ആദ്യമൊക്കെ ഉള്ള ഫോട്ടോകളിൽ ഒരു കൊച്ചുകുട്ടിയെ കാണാം, ബോൾ പോലെ വീർത്തിട്ടുള്ള. എന്നാൽ കഴിഞ്ഞ 10 വർഷങ്ങളായി ഫോട്ടോ മാറി 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 ആ കുട്ടി വലുതായി. തൻ്റെ അച്ഛൻ വേർണൺ ഡസ്ലിയെ പോലെ തന്നെ നല്ല വീർത്ത് നല്ല വണ്ണമുള്ള ഒരു ബാസ്ക്കറ്റ് ബോളൊക്കെ പോലെ വീർത്ത ഒരു കുട്ടി, ഡഡ്ലി ഡസ്ലി. എന്നാൽ ആ വീട്ടിൽ ആ കുട്ടിയുടെ ഫോട്ടോ മാത്രമേ ഉള്ളൂ. ആ കുട്ടി തൻ്റെ അച്ഛനോടൊപ്പം കളിക്കുന്നതോ അല്ലെങ്കിൽ തൻ്റെ അമ്മ പെറ്റൂണിയ ആ കുട്ടിയെ കിസ് ചെയ്യുന്നതോ ആ ഫോട്ടോസ് മാത്രമേ ഉള്ളൂ. അതെന്താ അങ്ങനെ? വേറെ ഒരു കുട്ടി അവിടെ ജീവിക്കുന്ന ഒരു ഒന്നുമേ ഇല്ല. ഫോട്ടോസ് ഇല്ല, ആ വേറൊരു കുട്ടിയുടെ ഒരു സാധനങ്ങളുമില്ല, ഒന്നുമില്ല. ഹാരി എന്ന കുട്ടിയെക്കുറിച്ചുള്ള ഒന്നുമേ തന്നെ ആ വീട്ടിൽ ആരും നോക്കിയാൽ കാണത്തില്ല. അവിടെ ആ ഡഡ്ലി ഡസ്ലി, വേണിൻ്റെ പെറ്റൂണിയൻ്റെ മകൻ്റെ കാര്യങ്ങൾ മാത്രമേ നമുക്ക് കാണാൻ പറ്റൂ. എന്നാൽ ഹാരിയും ആ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ഹാരി പോട്ടർ, ലില്ലി പോട്ടറിൻ്റെയും ജെയിംസ് പോട്ടറിൻ്റെയും ഒരേ ഒരു മകൻ, ദ ബോയ് ഹൂ ലിവ്ഡ്. അവൻ ആ വീട്ടിൽ അവരോടൊപ്പം വളർന്നു. അനാഥനായി, അവഹേളിക്കപ്പെട്ടവനായി, ഒരു കബോർഡിനകത്ത് ഒതുങ്ങിക്കഴിയുന്ന ഒരു പാവം ജന്മം. അതാണ് അവൻ, ഹാരി പോട്ടർ. അത് രാവിലെ തന്നെ ഹാരിയെ അവൻ്റെ ആൻഡായ പെറ്റൂണിയ വിളിച്ചുണർത്താറുണ്ടായിരുന്നു. അവൻ എണീച്ചാൽ ആ വീട്ടിലെ എല്ലാ ജോലികളും ചെയ്യണം. ഫുഡ് ഉണ്ടാക്കണം, വീട് ക്ലീൻ ചെയ്യണം, ഗാർഡനൊക്കെ നോക്കണം. അങ്ങനെയൊക്കെ അങ്ങനെ അവൻ അവിടെ കഴിയുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം വന്നു ഡഡ്ലിയുടെ ബർത്ത്ഡേ. അതെ, ഇന്നായിരുന്നു ഡഡ്ലിയുടെ ബർത്ത്ഡേ. ഹാരിക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അവിടെ ടേബിളിൽ വിഭവ സമിഷ്ടമായ ഫുഡുകൾ നിരന്നിരിക്കുന്നത്. ആ ടേബിളിൻ്റെ താഴെ തന്നെ ഒരു കുന്നോളം പ്രസൻസും ഉണ്ടായിരുന്നു ഡഡ്ലിക്ക്. പുതിയ ടിവിയും കമ്പ്യൂട്ടറും ഗെയിംസും ബൈക്കും എല്ലാം അതിലുണ്ടായിരുന്നു. ഹാരിക്ക് അതൊക്കെ കണ്ടപ്പോൾ വിഷമം തോന്നി. കാരണം തനിക്ക് ഒരിക്കലും ഒരു പ്രസൻറ്റ് പോലും ജീവിതത്തിൽ കിട്ടിയിട്ടേയില്ല. അതുമാത്രമല്ല, ആ ഡർസ്ലി ഫാമിലിയെ വെച്ച് നോക്കുമ്പോൾ ഹാരി വളരെ മെലിഞ്ഞ് വിളറി വെളുത്ത ഒരാളായിരുന്നു, ഒരു കുട്ടിയായിരുന്നു. അവൻ വിചാരിച്ചത് അത് ആ ഇരുണ്ട കബോർഡിനകത്ത് കഴിഞ്ഞത് കൊണ്ടാണ് അവനങ്ങനെ ആയതെന്ന്. അവൻ്റെ ഒരു പ്രത്യേകതയെന്ന് അവന് തോന്നിയിട്ടുള്ളത് അവൻ്റെ നെറ്റിയിലുള്ള ഒരു സ്കാറായിരുന്നു. ഒരു ലൈറ്റ്നിങ്, ഒരു മിന്നൽ അടയാളത്തിലുള്ള ഒരു സ്കാർ, ഒരു മുറിവ്. അവൻ ഒരിക്കൽ അവൻ്റെ ആൻറ്റിനോട് ചോദിച്ചു, ആൻറ്റി പെറ്റൂണിയ, ഇതെന്താ ഈ സ്കാർ എൻ്റെ തലയിൽ വന്നത്, എൻ്റെ നെറ്റിയിൽ വന്നത്? അപ്പോൾ ആൻറ്റ് പറയുകയും ചെയ്തു ദേഷ്യത്തോടെ, അത് നിൻ്റെ അച്ഛനും അമ്മയെ മരിച്ച ആ കാർ അപകടത്തിലുണ്ടായതായിരിക്കുമെന്ന്. പിന്നീട് അവനൊന്നും ചോദിച്ചിട്ടില്ല. അവനറിയാം ആ വീട്ടിലെ റൂൾ. അവൻ മിണ്ടാൻ പാടില്ല, അവൻ്റെ ശബ്ദം അവിടെ ആരും കേൾക്കാൻ പാടില്ല എന്നതാണ്.
അപ്പോഴാണ് ഡഡ്ലി അവിടേക്ക് കയറി വന്നത്. അവൻ വന്നു വളരെ സന്തോഷത്തോടെ ഓടി വന്ന് അവൻ്റെ പ്രസൻസ് എണ്ണി നോക്കി. പെട്ടെന്ന് തന്നെ അവന് ദേഷ്യം വന്നു. അവൻ്റെ മുഖഭാവമൊക്കെ മാറി. അവൻ്റെ അച്ഛനോടും അമ്മയോടും ചോദിച്ചു, ഇതെന്താ 36 പ്രസൻറ്റേ ഉള്ളൂ? കഴിഞ്ഞ ബർത്ത്ഡേക്ക് എനിക്ക് 38 പ്രസൻറ്റ് ഉണ്ടായിരുന്നു, അതെന്താ അങ്ങനെ? അവൻ്റെ ബഹളം കണ്ട ഉടൻ തന്നെ അവൻ്റെ അച്ഛനും അമ്മയും സമ്മതിച്ചു. അവനൊരു 2 പുതിയ പ്രസൻറ്റ് കൂടെ വാങ്ങിച്ചു കൊടുക്കാമെന്ന്. അവനെ അങ്ങനെ ഡഡ്ലിയെ വാർണനും പെറ്റൂണിയും കൂടെ വളർത്തി വഷളാക്കുകയായിരുന്നു. അപ്പോൾ ആ വീട്ടിലോട്ടേക്ക് ഒരു കോള് വന്നു. പെറ്റൂണിയ പോയി ആ കോൾ എടുത്തു. എന്നിട്ട് ആരോടോ സംസാരിച്ചിട്ട് ഫോൺ കട്ട് ചെയ്തു. എന്നിട്ട് തിരിഞ്ഞ് വേർണനോട് പറഞ്ഞു, വേർണൻ, ബാഡ് ന്യൂസ്, നല്ല ന്യൂസല്ല നമുക്കിവിടെ ഉള്ളത്. അടുത്ത വീട്ടിൽ അവരുടെ നൈബറായ മിസ്സിസ് ഫിഗിൻ്റെ കാലൊടിഞ്ഞു, അതുകൊണ്ട് അവർക്ക് ഹാരിയെ നോക്കാൻ പറ്റില്ല എന്നാണ് അവൾ പറഞ്ഞത്. അപ്പോൾ വേർണൻ ചോദിച്ചു, ഇനി എന്ത് ചെയ്യും? അപ്പോൾ പെറ്റൂണിയ പറഞ്ഞു, എനിക്കറിയില്ല എന്ന്. അപ്പോൾ വേർണൻ തന്നെ ഒരു ഐഡിയ പറഞ്ഞു, നമുക്ക് വേർണൻ്റെ സഹോദരിയായ മാർജിൻ്റെ വിട്ടിട്ട് പോയാലോ എന്ന്. അപ്പോൾ പെറ്റൂണിയ തിരിച്ചു പറഞ്ഞു, മാർജിന് ഹാരിയെ കണ്ണെടുത്താൽ ഇഷ്ടമല്ല, പിന്നെ എങ്ങനെ അവൻ അവിടെ വിട്ടിട്ട് പോകും? അത് പറ്റത്തില്ല. അവരങ്ങനെ വിചാരിച്ചു. പെറ്റൂണിയ തന്നെ പറഞ്ഞു, ഇപ്രാവശ്യത്തേക്ക് ഹാരിയും കൂടെ കൊണ്ടുപോകാൻ. അവർ ഡഡ്ലിയുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് അത് സെലിബ്രേറ്റ് ചെയ്യാൻ സൂവിലോട്ട് പോകാനിരിക്കുകയായിരുന്നു. ഡഡ്ലിയുടെ ഫ്രണ്ടായ പിയേഴ്സുമുണ്ട് കൂടെ. അങ്ങനെ അവരെല്ലാവരും ഹാരിയും കൂടെ കൊണ്ടുപോകാൻ തീരുമാനിച്ചു. അങ്ങനെ ഹാരിയും വേർണനും പെറ്റൂണിയയും ഡഡ്ലിയുടെ ഫ്രണ്ടായ പിയേഴ്സും കൂടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് സൂവിലോട്ട് പോകാനായിട്ട് ഇറങ്ങി. അങ്ങനെ അവർ സൂവിലെത്തി. സൂവിലെത്തിയപ്പോൾ വേർണൻ ഹാരിയെ സൈഡിലോട്ട് പിടിച്ച് വലിച്ചിട്ടൊരു കാര്യം പറഞ്ഞു, ഹാരി, നീ ഇവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയാൽ, ഇവിടെ എന്തെങ്കിലും കള്ളത്തരം കാണിച്ചാൽ നിൻ്റെ കഥ ഞാൻ അതോടെ കഴിക്കുമെന്ന്. അടുത്ത ക്രിസ്മസ് വരെ നിന്നെ ആ ചെറിയ ഇരുണ്ട കബോർഡിൽ അടച്ചു പൂട്ടിയിടുമെന്ന്. ഹാരി പറഞ്ഞു, അങ്കിൾ, ഞാൻ അങ്ങനെ ഒന്നും കാണിക്കത്തില്ല, ഞാൻ മര്യാദയ്ക്ക് ബിഹേവ് ചെയ്തോളാമെന്ന്. പക്ഷേ ഹാരി പറഞ്ഞത് വേർണൻ വിശ്വസിച്ചിട്ടേ ഇല്ല. ഹാരിക്കും അറിയാം തനിക്ക് എന്തൊക്കെയോ പ്രത്യേകതകളുണ്ടെന്ന്, എന്തൊക്കെയോ അമാനുഷികമായ കഴിവുകളുണ്ടെന്ന്. കാരണം ഇതിനു മുമ്പും അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഒരു ദിവസം ഹാരി ബാർബർ ഷോപ്പിൽ നിന്ന് മുടി വെട്ടിയിട്ട് വന്നപ്പോൾ പെറ്റൂണിക്ക് അത് തീരെ ഇഷ്ടപ്പെട്ടില്ല. അവൾ തൻ്റെ കിച്ചണിലെ കത്രികയെടുത്ത് കറുമുറാന്ന് ഹാരിയുടെ മുടി അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടി കുറച്ച് അവനെ വെളിയിലിറങ്ങാൻ പറ്റാത്ത രീതിയിലാക്കി. എന്നാൽ പിറ്റേ ദിവസം ഹാരി കരഞ്ഞുകൊണ്ട് ആ രാത്രി കിടന്നുറങ്ങി. എന്നാൽ പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ തൻ്റെ മുടി പഴയതുപോലെ വളർന്നു കൂന്തലിച്ച് നല്ല സ്റ്റൈലായിട്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഒരു പ്രാവശ്യം പെറ്റൂണിയ ഡഡ്ലിയുടെ പഴയ വസ്ത്രങ്ങൾ, അതായത് ഡഡ്ലി ആണെങ്കിൽ ഹാരിയുടെ 2 ഇരട്ടിയുണ്ട്, ആ വലിയ വസ്ത്രങ്ങൾ ഹാരിയെ ഇടിയിപ്പിച്ച് പുറത്ത് കൊണ്ടുപോയി നാണം കെടുത്താൻ നോക്കി. ഹാരിക്ക് അപ്പോഴും വിഷമമായി. അപ്പോൾ ഉടൻ തന്നെ ആ വലിയ ഡ്രസ്സുകൾ പെട്ടെന്ന് തന്നെ ചുറ്റി ഹാരിയെ ഒരു മാജിക് പോലെ ഇത് സംഭവിച്ചു. ഹാരിക്ക് കറക്റ്റ് പാകത്തിനായി. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഹാരിയുടെ ലൈഫിൽ എപ്പോഴും സംഭവിച്ചുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് ഹാരിക്കും തിരിച്ചൊന്നും പറയാൻ പറ്റിയില്ല. അവനറിയില്ല എന്താണ് സംഭവിക്കണമെന്ന് എന്ന്. എന്നാലും അവന് ഇത് സംഭവിക്കുന്നുണ്ടെന്നറിയാം. അതുപോലെ തന്നെ ഒരിക്കൽ സംഭവിച്ചതാണ്. ഒരു ദിവസം ഡഡ്ലിയുടെ ഫ്രണ്ട്സും അവരുടെ സ്ഥിരം വിനോദത്തിൽ, അവരുടെ സ്ഥിരം ഹോബിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു, ഹാരി ഹണ്ടിങ്. പാവം ഹാരിയെ ഓട്ടിച്ചിട്ട് പിടിച്ചിടിക്കുക എന്ന്. ആ സമയം ഹാരി ജീവനും കൊണ്ട് ഓടുന്ന സമയത്ത് ഡഡ്ലിയും കൂട്ടുകാരും പിടിക്കാൻ പോകുന്നു പോലെ എത്തിയപ്പോൾ പെട്ടെന്ന് ഹാരി അമാനുഷികമായി മാഞ്ഞുപോയി. അവൻ ആ സ്കൂളിൻ്റെ ആ ചിമ്മിനിയിൽ, അല്ലെങ്കിൽ ഏറ്റവും മുകളിലത്തെ നിലയിൽ അപ്രത്യക്ഷപ്പെടുകയും ചെയ്തു. അങ്ങനെ അതുപോലത്തെ സംഭവങ്ങൾ പിന്നെയും ഹാരിയുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഹാരിയും ഡേഴ്സ്ലീസും പിയേഴ്സുമെല്ലാം ആ സൂ നടന്ന് കാണാൻ തുടങ്ങി. അങ്ങനെ
നടന്ന് മാറിക്കൊണ്ട് ഓരോന്നായിട്ട് ഓരോ ആനിമൽസിനെയും റെപ്റ്റൈൽസിനെയൊക്കെ ആയിട്ട് കണ്ടുകൊണ്ടിരുന്നപ്പോൾ അവരൊരു വലിയൊരു പൈതൺ, ഒരു സ്നേക്ക് പൈതണിൻ്റെ കൂട് ഒരു കണ്ണാടി ചില്ലിട്ടൊരു കൂടായിരുന്നു. ആ കൂടിൻ്റെ അടുത്തെത്തി. അവിടെ എത്തിയപ്പോൾ ആ പൈതൺ അവരെ ഒന്നും മൈൻഡ് ചെയ്യാതെ അതിൻ്റെ പാട്ടിന് അവിടെ ഇരുന്നു. അത് കണ്ടപ്പം ഡഡ്ലിക്ക് ഇഷ്ടപ്പെട്ടില്ല. ആ വഷളായ കുട്ടി ആ കണ്ണാടിയിൽ ഞാഞ്ഞടിച്ചു. ആ പൈതണെ മൂവ് മാറ് അങ്ങോട്ട് മാറ് ഇങ്ങോട്ട് മാറ്, തന്നെ എൻ്റർടൈൻ ചെയ്യാൻ പറഞ്ഞു. എന്നാൽ പൈതൺ അതൊന്നും മൈൻഡ് ചെയ്തില്ല. ദേഷ്യത്തോടെ ഡഡ്ലി അവിടെ നിന്ന് നടന്നു മാറി നീങ്ങി. പക്ഷെ അപ്പോൾ ഹാരി ആ പൈതനെ കണ്ടപ്പോൾ വിഷമമായി. ആ പൈതൺ തന്നെ പോലെ കൂട്ടിലടച്ച ഒരാളാണല്ലോ എന്ന് ഹാരിക്ക് തോന്നി. ഹാരി ആ പൈതണെ നോക്കി തന്നെ അവിടെ നിന്നു. എന്നിട്ട് ഹാരി ആ പൈതൺ, ആ ബോവോ കൺസ്ട്രക്റ്റർ പൈതണോട് പറഞ്ഞു, ആ പാമ്പിനോട് സോറി എന്ന്. പെട്ടെന്ന് ഹാരിയെ ഞെട്ടിച്ചുകൊണ്ട് ആ പാമ്പ് കണ്ണ് ചിമിട്ടി കാണിച്ചു. എന്നിട്ട് പറഞ്ഞു, കുഴപ്പമില്ല, എനിക്കിതൊക്കെ ശീലമായി. ആൾക്കാർ എന്നെ ഇപ്പോഴും കളിയാക്കുന്നത് എന്ന് ആ പാമ്പ് പറഞ്ഞു. ഹാരി ഞെട്ടി. ഹാരിക്ക് അറിയില്ലായിരുന്നു തനിക്ക് പാമ്പിനോട് സംസാരിക്കാൻ പറ്റുമെന്ന്. അങ്ങനെ ഹാരിയും ആ പാമ്പും കുറച്ച് നേരം സംസാരിച്ചു. ആ പാമ്പ് പറഞ്ഞു, എനിക്ക് എൻ്റെ നാടൊക്കെ കാണാൻ താല്പര്യമുണ്ട്. ആ പാമ്പ് ബ്രസീലിൽ നിന്നുള്ളതാണ്. പക്ഷെ എന്ത് പറയാൻ, അവൻ ഈ സൂവിൻ്റെ പുറത്ത് ഇതുവരെ കണ്ടിട്ടില്ല. അവൻ ജനിച്ചതും വളർന്നതെല്ലാം ഈ സൂവിലാണ്. അപ്പോൾ ഹാരിക്കും വിഷമമായി. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു നിലവിളി, ഒരു വലിയ ശബ്ദം കേട്ടു. തിരിഞ്ഞു നോക്കിയപ്പോൾ ഓടിക്കൊണ്ട് അലറി വിളിച്ചുകൊണ്ട് ഡഡ്ലി വരെയാണ്. എല്ലാവരും നോക്കൂ, ആ പാമ്പ് കാണിക്കുന്നത് അടിപൊളി, അത് ഇതാ തലയിട്ടാട്ടുന്നു, അങ്ങനെ ഇരിക്കുന്നു, ചീറുന്നു, സംസാരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു ഡഡ്ലി ഓടിക്കൊണ്ട് വന്ന് ഹാരിയെ തട്ടിയിട്ടുകൊണ്ട് തട്ടി താഴെ ഇട്ടിട്ട് ആ പാമ്പിനെ തന്നെ നോക്കുന്നു. ഹാരിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു. താഴെ വീണതിൻ്റെ വേദനയും അപമാനവും എല്ലാം കൊണ്ട് ഡഡ്ലിയെയും ആ ഗ്ലാസിനെയും തന്നെ തുറച്ചു നോക്കി. പെട്ടെന്ന് ആ ഗ്ലാസ് അവിടെ നിന്ന് മാഞ്ഞു. അമാനുഷികമായി, മാന്ത്രികമായി, മാജിക്. ആ ഡഡ്ലി പെട്ടെന്ന് തന്നെ ആ കേജിനകത്ത്, ആ പാമ്പിനെ പൂട്ടിയിട്ടിരിക്കുന്ന കേജിനകത്ത് ഡഡ്ലി വീഴുകയും ആ ഗ്ലാസ് മാഞ്ഞ തക്കത്തിൽ പെട്ടെന്ന് തന്നെ ആ പാമ്പ് ഗ്ലാസ്സിലൂടെ പുറത്തിറങ്ങി ഹാരിയോട് ഒരു താങ്ക്സും പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ പോയി. ഹാരിക്ക് അതിശയം സഹിക്കാൻ വയ്യ. ഹാരിക്കറിയാം ഇത് താനാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബലം താൻ അനുഭവിക്കുകയും ചെയ്യുമെന്ന്. അങ്കിൾ വേർണൻ്റെ ലുക്ക് കണ്ടപ്പോഴേ അറിയാം. വളരെ ദേഷ്യത്തോടെ, വളരെ ക്ഷുഭിതനായി തന്നെയാണ് അങ്കിൾ വേർണൻ ഹാരിയെ നോക്കിക്കൊണ്ടിരുന്നത്. ഹാരി വിചാരിച്ചതുപോലെ തന്നെ സംഭവിച്ചു. ആ സൂക്കാർക്കും അവിടെയുള്ള ഓഫീഷ്യൽസിനും എല്ലാം വളരെ അതിശയം. ഗ്ലാസ്സിന് എന്തു സംഭവിച്ചു? ഈ കുട്ടി എങ്ങനെ അകത്ത് വീണു? ഡഡ്ലി എങ്ങനെ അകത്ത് വീണു? ആ പാമ്പ് എങ്ങനെ രക്ഷപ്പെട്ടു? ഇതൊക്കെ എന്താണ് സംഭവിക്കുന്നതെന്ന്. പക്ഷേ വേർണനും ഫാമിലിയും എന്തൊക്കെയോ പറഞ്ഞ് ആ സൂയിൽ നിന്ന് തടി തപ്പി. വേർണൻ വളരെ ദേഷ്യത്തോടെ ഹാരിയെ അവരുടെ വീട്ടിലേക്ക് വലിച്ചടിച്ചു കൊണ്ടുപോയി. എന്നിട്ട് അവൻ്റെ കബോർഡിനകത്തിട്ട് പൂട്ടി. അവന് ആഹാരവും ഒന്നും കൊടുക്കാതെ പട്ടിണിക്കിട്ട് കബോർഡിനകത്ത് പൂട്ടി. എന്നിട്ട് പറഞ്ഞു, നീ അവിടെ കിടക്ക എന്ന്. വളരെ വിഷമത്തോടെ, വളരെ വേദനയോടെ, എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ ഹാരി അങ്ങനെ ആ ഇരുണ്ട കബോർഡും കിടക്കുകയാണ്. അവനറിയില്ല അവൻ എങ്ങനെ ഈ വീട്ടിലെത്തിപ്പറ്റി, എങ്ങനെ ഇവരെ കൂടെ കഴിയുന്നു. അവൻ്റെ ഓർമ്മകളുള്ളിടത്തോളം കാലം മുതൽ ഇവിടെയാണ്. പക്ഷെ അവന് ചില മെമ്മറികളുണ്ട്, ചില ഓർമ്മകൾ. ഒരു പച്ച വെളിച്ചം, ഗ്രീൻ ലൈറ്റ് ഫ്ലാഷ് ചെയ്യുന്നത്, അവൻ്റെ നെറ്റിയിൽ വളരെ ഭയാനകമായൊരു വേദന അനുഭവിക്കുന്നത് ഒക്കെ ആയിട്ടുള്ള സ്വപ്നങ്ങൾ. എന്ത് ചെയ്യാൻ, അങ്ങനെ അവിടെ ആ ഹാരിക്കറിയാം കൊച്ചിലേക്ക് അവൻ സ്വപ്നം കണ്ടിരുന്നു ആരെങ്കിലുമൊക്കെ വന്ന് അവനെ ആ വീട്ടിൽ നിന്ന് രക്ഷിച്ചുകൊണ്ട് പോകുന്നതൊക്കെ. പക്ഷെ അവനിപ്പം വലുതായപ്പോൾ അറിയാം അതൊക്കെ വെറും സ്വപ്നമാണ്. തൻ്റെ ജീവിതം എവിടെയാണ്, ഒരു കൂട്ടുകാരുമില്ല. സ്കൂളിലാണെങ്കിൽ ഹാരിയോട് ആരെയും ഫ്രണ്ടാകാൻ ഡഡ്ലി സമ്മതിക്കില്ല. അങ്ങനെ ആരുമില്ലാതെ അവൻ ഒറ്റയ്ക്ക് അനാഥനായി അവിടെ ജീവിക്കുന്നു. അതാണ് ഹാരി പോട്ടർ.
ഇതോടെ ഈ ഹാരി പോട്ടറിൻ്റെ സെക്കൻഡ് ചാപ്റ്ററും ഇതോടെ കഴിഞ്ഞിരിക്കുന്നു. അപ്പം എല്ലാവർക്കും ഇത് കഥ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. വീഡിയോ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ടാറ്റാ.